ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് സാരി ഇത്ര ഭംഗിയായിട്ട് എങ്ങനെ ഉടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് സാരി അത്യാവശ്യം ഉടുക്കാൻ അറിയാവുന്നവർക്കാണ് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ബാക്കിലും ഒക്കെ നല്ല പ്ലീറ്റ്സ് നല്ല പോവാതെ നമ്മൾ ഇരുന്നാലോ നടന്നാലോ ഒന്നും പ്ലീറ്റ്സ് പോവില്ല. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ഇത്ര ഭംഗിയായിട്ട് സാരി ഉടുക്കാന്നുള്ളത് നോക്കാം. ഇപ്പോൾ സാരിയുടെ മുന്താണി ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുകയാണ്. ചെറിയ പ്ലീറ്റ്സ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വണ്ണമുള്ളവർ അതനുസരിച്ചിട്ട് പ്ലീറ്റ്സ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു 7 പ്ലീറ്റ്സൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ തന്നെ സാരി ഒന്ന് ഇടയ്ക്ക് കുടഞ്ഞു കൊടുത്തിട്ട് എടുക്കണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലീറ്റില്ലേ, നമ്മൾ ആദ്യത്തെ പ്ലീറ്റ് കുറച്ച് വലുതായിരിക്കണം, മറ്റുള്ള പ്ലീറ്റ്സിനേക്കാളും കുറച്ചും കൂടി വലിയതായിരിക്കണം ഫസ്റ്റ് വരുന്ന പ്ലീറ്റ്. അപ്പോൾ ആ ഞൊറി നമ്മൾ നല്ലപോലെ ആക്കി വെച്ചിട്ട് ഒരു പിന്ന് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കൊരു വാതിലിലോ അല്ലെങ്കിൽ ജനലിലോ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സ്, ബാക്കി താഴോട്ടുള്ള പ്ലീറ്റ്സ് കൂടി നമുക്കൊന്ന് ഭംഗിയായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഞൊറിയൊക്കെ നല്ല സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു പിന്നും കൂടി അതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ വണ്ണമുള്ളവരാണെങ്കിൽ കുറച്ച് വലിയ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. വണ്ണമില്ലാത്തവർക്കാണെങ്കിൽ എത്ര പ്ലീറ്റ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ തോന്നി ഞാനൊരു തോളിലിട്ടിട്ടാണ് ബാക്കിയുള്ള പ്ലീറ്റ്സൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ഓരോരോ പിന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ വാതിലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ജനലിൽ വെച്ചിട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. എനിക്കിതാണ് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഓരോരോ പ്ലീറ്റ്സ് ഇങ്ങനെ നമ്മൾ എടുത്ത് നമ്മൾ മാക്സിമം നല്ല ഭംഗിയായിട്ട് ഞൊറി വരുന്ന രീതിയിൽ എടുത്തിട്ട് ഒന്ന് പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്പോൾ ഓരോ ഞൊറിയും ഇങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് കണ്ടില്ലേ, ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കും പ്ലീറ്റ്സ്. ഇനി നമുക്ക് താഴോട്ടുള്ള പ്ലീറ്റ് എടുക്കാം കേട്ടോ. താഴോട്ട് ഉള്ള പ്ലീറ്റ്സ് എടുക്കുമ്പോൾ മിനിമം ഒരു 5 പ്ലീറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് ഭംഗി വരിക. അപ്പോൾ ഒരു 5 എണ്ണമെങ്കിലും എടുക്കുക, അതിനൊരു പിന്ന് കുത്തി വയ്ക്കുക. അപ്പോൾ നമ്മൾ സാധാരണ സാരി തേക്കേണ്ട സാരിയൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഒരു പേപ്പർ അതിൻ്റെ മേലിട്ടിട്ട് നല്ല ഭംഗിയായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇതിന് അയണിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ അത് കൈകൊണ്ടൊന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിന്നോളും. അങ്ങനെ നമ്മൾ പറയുമല്ലോ, അതായത് ഉടുത്തോണ്ടിരിക്കുന്ന സാരി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാരിയാണത്. അപ്പോൾ എനിക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഈ സാരി ഉടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിത് തേക്കാറൊന്നുമില്ല, അതുകൊണ്ട് തേക്കേണ്ട കാര്യമില്ല. നമുക്ക് ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ ഇരുന്നോളും. സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മുന്താണിക്ക് എടുക്കുന്ന പ്ലീറ്റ്സിനേക്കാളും കൂടുതൽ ഭാഗം നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് വെക്കണം. അപ്പോൾ എന്നാലാണ് നമുക്ക് സൈഡിലത്തെ ഞൊറിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ കൂടുതൽ ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഒന്ന് നോക്കാം. സാരിയുടെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് കണ്ടില്ലേ, അതും നമ്മുടെ മുന്താണിയും തമ്മിലൊരു ചെറിയ വ്യത്യാസം തന്നെ ഉള്ളൂ. അപ്പോൾ അത്രയും വരെ ഞാൻ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. കണ്ടില്ലേ ഇതുപോലെ. അപ്പം നമ്മുടെ ഈ സൈഡിലെ പ്ലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുന്താണിയിൽ നിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ള പ്ലീറ്റ്സാണ് നമ്മുടെ സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.